ഉപയോഗിച്ച് ഫോണിൽ എങ്ങനെ ട്രേഡ് ചെയ്യും? എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ട്രേഡിംഗ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. സ്വിംഗ് ട്രേഡിങ്ങിന് പക്കയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാം. നമ്മൾ ആരുടെ അടുത്തും അഡ്വൈസ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ നമുക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, ഇനി ഈ ഒരു സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വരെ നമുക്ക് പറഞ്ഞു തന്നാലോ. വളരെ സിമ്പിൾ ആയി ട്രേഡിംഗ് മെത്തേഡ് അല്ലേ? അപ്പൊ ഫോണിൽ എങ്ങനെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ട്രേഡിംഗിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ChatGPT എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഫോണിലെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ChatGPT യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്തെങ്കിലും ഗൂഗിൾ സെലക്ട് ചെയ്യാം. ഗൂഗിളിൽ ChatGPT എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ChatGPT ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ChatGPT എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ സ്റ്റാർട്ട് നൗ എന്നായിരിക്കില്ല, രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജിമെയിലോ ഫേസ്ബുക്കോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ChatGPT ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതും സിമ്പിളാണ്. പക്ഷേ ഗൂഗിൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് എടുത്ത് നോക്കണമെങ്കിൽ നമുക്ക് ഗൂഗിൾ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ സ്റ്റാർട്ട് നൗ കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ChatGPT ലോഗിൻ ചെയ്യേണ്ടത്. ഇനി ChatGPT ചോദിക്കണം ആസ്ക് സംതിങ് അല്ലെങ്കിൽ ആസ്ക് എനിത്തിങ് എന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇതിൽ എന്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, പ്രോപ്പറായിട്ട് നിങ്ങൾ ഏതിലാണ് സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ചോദിക്കുന്നത്, ഇപ്പോൾ ഏത് സ്റ്റോക്കിലാണെന്ന് ChatGPTക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ChatGPT അതിൽ എൻട്രി ഉണ്ടോ എന്ന് പറയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിലെന്താണ്, നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റോക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ HDFC ബാങ്ക്, നമ്മുടെ ഏറ്റവും വലിയ ബാങ്ക് തന്നെ എടുക്കാം. അപ്പോൾ HDFC ബാങ്കിന്റെ ചാർട്ട് എടുത്തിട്ട് ഇപ്പോൾ കറന്റ് HDFC ബാങ്ക് 1933 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന 1933 രൂപയിലാണ്. അപ്പം ഞാനിവിടെ ഡെയിലി ചാർട്ട് കണ്ടു. ഇവിടെ ഡെയിലി ചാർട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി എൻ്റെ ഡെയിലി ചാർട്ടാണ്. കാരണം സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ചാർട്ട് അനാലിസിസ് ചെയ്യേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഡെയിലിയാണ്. അപ്പം ഞാനിവിടെ ഡെയിലി എന്ന് പറയുന്ന ആ ഒരു ടൈം ഫ്രെയിം കൊടുത്തു. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ പ്രോപ്പർലി ഒരു റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് 1959 പിന്നെ അടുത്ത സപ്പോർട്ട് 1874. ഇതൊക്കെ ഞാൻ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ChatGPT അടുത്ത് ചോദിച്ചാൽ ഇത് തന്നെയാണെങ്കിൽ ചിലപ്പോൾ തരുന്നത്. പക്ഷേ ഞാൻ വരച്ച പോലെ നിങ്ങൾക്ക് ആ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് ChatGPTയോട് ചോദിച്ചെങ്കിൽ ChatGPT പറഞ്ഞുതരും. അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് കുറച്ചൊരു ചാർട്ട് കാണാൻ പാകത്തിന് ഇതിങ്ങനെ അത്യാവശ്യം എനിക്ക് തോന്നും ഒരു മെയ് 2024 ഫെബ്രുവരി നവംബർ 2023 വരെയൊക്കെയുള്ള ചാർട്ട് കാണുന്ന രീതിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇവിടെ ടച്ച് ചെയ്തെങ്കിൽ നമുക്ക് ഈ ഒരു കേഴ്സർ വരും. ടച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ചാർട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. കണ്ടോ, ഞാൻ ഈ ഒരു ചാർട്ട് സ്ക്രീൻഷോട്ട് എടുത്തു. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് എവിടേക്ക് പോവാം, ChatGPTയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈൻ കാണാനായിട്ട് പറ്റും. പ്ലസ് സൈനിൽ ആഡ് ഫ്രം ആപ്സ്, ടേക്ക് ഫോട്ടോ, ആഡ് ഫോട്ടോ ആൻഡ് ഫയൽസ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ ആൻഡ് ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ഇതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈൻഡ് സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇൻ ദിസ് ചാർട്ട് എന്ന് പറഞ്ഞത് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കറണ്ട് മാർക്കറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം 1932 രൂപയാണ്. നമുക്ക് ഇതിന്റെ ചാർട്ടിൽ നോക്കി തന്നെ നമുക്കത് കാണാനായിട്ട് പറ്റും. HDFC ബാങ്കിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 1959 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, അതായത് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് അതാണ്. സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 1874 ഒരു മൈനർ സപ്പോർട്ട് സോൺ ഉള്ളത്. പക്ഷേ 1802 ലെവലാണ് മേജർ സപ്പോർട്ട് സോൺ. കണ്ടോ, നമ്മൾ ഓൾറെഡി ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി 1 ബ്രേക്ക്ഔട്ട് ട്രേഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ടീഷൻ 1959 മുകളിൽ നല്ലൊരു വോളിയത്തോടുകൂടി ക്ലോസ് ആവുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് വോളിയം എന്ന് പറയുന്നത്. അതായത് മേജർ റെസിസ്റ്റൻസിന് മുകളിൽ മാർക്കറ്റ് നല്ലൊരു വോളിയത്തോടുകൂടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ബ്രേക്ക്ഔട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. 1965 1975 റേഞ്ച് വരെ ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഒരു എൻട്രി എടുക്കാം. ആൻഡ് ടാർജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2030 to 2050 വരെ നമുക്ക് ടാർജറ്റ് വെക്കാം. സ്റ്റോപ്പ് ലോസ് 1925 രൂപ. കണ്ടോ, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ട്രേഡ് കിട്ടി. അതായത് ബ്രേക്ക്ഔട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് നമുക്ക് എവിടെയാണ് എൻട്രി എടുക്കുന്നത്. പല സ്വിംഗ് ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ട്. ഇനി രണ്ടാമത്തെ വന്നെന്ന് പറഞ്ഞിട്ട് പുൾ ബാക്ക് എൻട്രിയാണ്. പുൾ ബാക്ക് എൻട്രി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴത്തേക്ക് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യുകയാണെങ്കിലാണ് നമുക്കൊരു പുൾ ബാക്ക് എൻട്രി ഉള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പ്രൈസ്
റീട്രേസസ്, അതായത് 1874 മാർക്കറ്റ് വരാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. അവിടെ നിന്ന് ഏകദേശം 1880 ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 1880 ലെവലിൽ നമുക്ക് എൻട്രി എടുക്കാം. 1930 to 1950 വരെ ടാർഗറ്റ് വെക്കാം. 1845 നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടാണ് ഒരു എൻട്രി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 1959 മുകളിൽ 65-75 ലെവലിൽ എൻട്രിയും 2030 ആ ഒരു ലെവലിലേക്കാണ് 2000 ക്ലോസ് ചെയ്യേണ്ടതാണ് HDFC ബാങ്ക്. പിന്നെ 1874 വരുമ്പോൾ അവിടേക്ക് റീട്രേസ്മെന്റ് വരാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് സോണാണ് 1874. അവിടെ എൻട്രി എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു 1950 റേഞ്ചിൽ നിങ്ങൾക്ക് അടുത്ത നിങ്ങളുടെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ റേഞ്ച് റിവേഴ്സൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഇഫ് പ്രൈസ് ഷാർപ്ലി റിജക്ട്സ് ഫ്രം 1959 ലെവലിൽ നിന്ന് മാർക്കറ്റ് ഷാർപ്ലി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോർട്ട് സെല്ലിംഗ് മെത്തേഡാണ് അവർ പറയുന്നത്. ട്രേഡ് സെറ്റപ്പ് ഷോർട്ട് ടൈം സെല്ലാണ്. പക്ഷേ ഷോർട്ട് ടൈം സെല്ല് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഇൻട്രാഡേയിൽ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. റെഡി 1 2 3 സ്റ്റെപ്പ്. ഷോർട്ട് ടൈം സെൽ എന്നൊരു പറയുന്ന ഒരു ടെക്നിക്ക് നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ഫ്യൂച്ചറിലാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇൻട്രാഡേയിൽ നമുക്ക് ഷോർട്ട് സെൽ ചെയ്യാം. പക്ഷേ ഇൻട്രാഡേ അല്ല നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടോ, ഇത്രയും ഡീറ്റെയിൽസ് ഈ ഒരു ചാർട്ട് കൊടുത്തപ്പോൾ നമുക്ക് വന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു ബാങ്ക് കൊടുത്തു നോക്കാം. ആക്സിസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു ബാങ്കാണ്. അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് റാലിക്ക് ശേഷം മാർക്കറ്റ് കണ്ട ആക്സിസ് ബാങ്ക് അവിടെ കിടന്നൊന്ന് കൺസോൾഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് ആക്സിസ് ബാങ്കിൽ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആക്സിസ് ബാങ്ക് തരാനുള്ള ചാൻസസ് വെരി ഹൈ. നമ്മളെക്കാൾ നല്ല രീതിയിൽ അനാലിസിസ് ചെയ്ത് തരുന്ന ഒരാളാണ് നമ്മുടെ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ChatGPT. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു. വീണ്ടും ChatGPTയിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിവിടെ അനദർ ചാർട്ട് കണ്ട താഴെ വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുത്തു. പ്ലസ്സിൽ ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസിൽ ഫോട്ടോ ലൈബ്രറിയിൽ ആക്സിസ് ബാങ്ക്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് സപ്പോർട്ടർ റെസിസ്റ്റൻസ് ഒന്നും തന്നെ വരച്ചിട്ടിട്ടില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഫൈൻഡ് സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദിസ് ചാർട്ട്. ഓക്കെ, ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് സപ്പോർട്ടർ റെസിസ്റ്റൻസ് ഒന്നും തന്നെ നമ്മളിതിന് വരച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. യെസ്, ഇന്ന് ആക്സിസ് ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1221 രൂപയിലാണ്. സ്വിംഗ് ട്രേഡിംഗ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇഫ് പ്രൈസസ് ക്ലോസ് എബോ 1240, അതായത് ആക്സിസ് ബാങ്ക് 1240 ലെവലിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് സ്വിംഗ് ട്രേഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻട്രി 1245-50 ലെവലിൽ എൻട്രി ചെയ്യുക. ടാർജറ്റ് 310 to 335. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 1210 വെക്കാം. അതുപോലെ തന്നെ പുൾ ബാക്ക് ട്രേഡ് 1185 ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി കണ്ട 1185 ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ലെവലിലേക്കാണ് ആ ഒരു എൻട്രി വരുന്നത്. അപ്പോൾ പുൾ ബാക്ക് ട്രേഡാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1255, ടാർജറ്റ് 1240 to 30-40 വരെ വയ്ക്കാം. അതുപോലെ തന്നെ റേഞ്ച് ഷോർട്ട് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചാർട്ട് കൊടുത്തിട്ട് നമുക്ക് ChatGPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റും കറക്റ്റായിട്ട് ChatGPT പറഞ്ഞു തരും. ഈ ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇനിയുള്ള ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കിത് അറിയാതെ ഇരിക്കരുത്. എന്ന് പറയുന്ന മെത്തേഡ് ട്രേഡിങ്ങിൽ മാത്രമല്ല ബാക്കി പല മേഖലകളിലും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇല്ലാതെ ഒരു ലോകം ഇല്ല എന്നൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നൊക്കെ തന്നെയാണെന്നല്ല, അങ്ങനെ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിനായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കാം. നമ്മുടെ പഠിക്കാനുള്ള സമയം നമുക്ക് കുറയ്ക്കാം. സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഒന്നും സഹായമില്ലാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നല്ല റെഡി 1 2 3 സ്റ്റെപ്പ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നല്ല സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു 10K അല്ലെങ്കിൽ ഒരു 5K ഒക്കെ ഇട്ടിട്ട് 1-2 ക്വാണ്ടിറ്റിയിൽ ചെയ്ത് ഇതിൻ്റെ വിന്നിങ് റേഷ്യോ ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇറങ്ങിയിട്ട് ഒരു 10 സ്റ്റോക്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 8 സ്റ്റോക്കെങ്കിലും നിങ്ങളുടെ ടാർജറ്റ് അടിച്ചാൽ മതി. ബാക്കി 2 സ്റ്റോക്ക് ലോസ് ആയി പോയാലും നിങ്ങൾക്ക് ഓവറോൾ നല്ല പ്രോഫിറ്റ് തന്നെ ഇറങ്ങാനായിട്ട് സാധിക്കും. ഈ ഒരു മേജർ സ്റ്റോക്കുകൾ മാത്രമല്ല,
ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാർട്ടിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് സ്ക്രീൻ ചെയ്തെടുത്ത് നമ്മൾ കുറച്ച് സ്റ്റോക്സ് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇതിൽ മാത്രമല്ല നമുക്ക് ചാർട്ടിംഗ് ഒക്കെ യൂസ് ചെയ്ത് സ്ക്രീനേഴ്സ് യൂസ് ചെയ്ത് നല്ല സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-25 സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആ സ്റ്റോക്കുകൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് ഒക്കെ നമുക്ക് ഈ ChatGPT പറഞ്ഞു തരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് AI വെച്ചിട്ട് നല്ല അടിപൊളി സിം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇതുവഴി ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും